അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റും MP കൂടിയായിട്ടുള്ള ആരാധനായ ശ്രീ കെ സുധാകരൻ അവർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാലഗോപാൽ, വേദിയിലുള്ള സ്വാമി നിധി ബ്രഹ്മശ്രീ സ്വാമി വിശുദ്ധാനന്ദ, ശ്രീ കെ മനോജ്, ശ്രീ കെ പ്രസാദ്, ശ്രീ MP ഗിരീഷ്, KT സുകുമാരൻ, B ജയപ്രകാശ്, ഡോക്ടർ ശ്രീ G രാജേന്ദ്ര ബാബു, ശ്രീ ചെന്നയ്യൻ, ശ്രീ രാജു, സഞ്ജയ് കൃഷ്ണ, രാജേഷ് സഹദേവൻ, ശ്രീമത് സ്വാമി തീർത്ഥ, സ്വാമി സ്വാഗതം ഉൾപ്പെടെയുള്ള അഭിനന്ദനായ വേദിയിലെ വിശിഷ്ടാതിഥികളെ, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ശ്രീനാരായണൻ്റെ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 93ാം വാർഷികത്തിൻ്റെ വേളയിൽ നടക്കുന്ന ഇന്നത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ബാലഗോപാലും അതുപോലെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ശിവഗിരി തീർത്ഥാടനം കേവലം ഒരു തീർത്ഥാടനം എന്ന നിലയിലല്ല ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഗുരുദേവൻ തന്നെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരെയും TK കിട്ടറൈറ്ററെയും വിളിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യവസായത്തെപ്പറ്റിയും വ്യവസായത്തിന് അഭിവൃദ്ധി നേടാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അതാത് കാലത്ത് വൈജ്ഞാനികമായ ചർച്ചകളിലൂടെയും കൃഷിയും കൈത്തൊഴിലും അഭിവൃദ്ധിപ്പെടുന്നതിനെ പറ്റിയും വിജ്ഞാനവും ആധുനിക തൊഴിൽ സാങ്കേതിക വിദ്യയെ പറ്റിയെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയായി ശിവഗിരി തീർത്ഥാടനത്തെ മാറ്റാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. സാധാരണ നിലയിൽ ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു സന്യാസിവര്യൻ്റെ ഉപദേശത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ലാതെ ഒരുപക്ഷെ ലോകത്തോട് മാനവ സമൂഹത്തോട് വ്യവസായം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഭാരതത്തിലെ ഏക സന്യാസി പക്ഷേ ഗുരുദേവനായിരുന്നു. ആധുനിക കാലഘട്ടത്തെപ്പറ്റി ചിന്തിച്ച ഗുരുദേവൻ നമ്മുടെ സമൂഹത്തിൽ അത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതിനെ സംബന്ധിച്ച് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന കാലത്തെപ്പറ്റി ശ്രീ കെ സുധാകരൻ സൂചിപ്പിക്കേണ്ടായി, വൈദ്യത്തെ പറ്റിയൊക്കെ സൂചിപ്പിക്കേണ്ടായി. എന്നാൽ ഗുരുദേവൻ ജീവിച്ച കാലത്ത് ശ്രീനിബദ്ധമായിട്ടുള്ള ഹൈറാർക്കി, ജാതീയതയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളും മതിൽക്കെട്ടുകളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ജീവിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ആപ്തവാക്യങ്ങൾ, അദ്ദേഹം പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് ഇന്നും കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മതഭേദമായാലും മനുഷ്യൻ എന്തായാലും മതി എന്ന് ഗുരുദേവൻ പറയുമ്പോൾ അദ്ദേഹം മതത്തെ നവീകരിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. മതത്തിനകത്തുള്ള ജീർണതകളെ നവീകരിക്കുന്നതിനേക്കാൾ അദ്ദേഹം മനുഷ്യനെ നവീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നിങ്ങൾ ഏത് മതത്തിൽ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല പ്രശ്നം. ആ ധർമ്മത്തെക്കാൾ ഉപരിയായി ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ നന്നാവുകയാണെങ്കിൽ ലോകം നന്നാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ മതഭേദമായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്. മനുഷ്യനെ അഭിസംബോധന ചെയ്തൊരു സന്യാസിയാണ് ഗുരുദേവൻ. മതത്തിനകത്തുള്ള ജീർണതകളെ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഈ മാമൂലുകളെയും അതുപോലെ തന്നെ ആചാരലംഘനത്തെ പറ്റിയൊക്കെ പറയുന്ന
ആചാരലംഘനം എന്നൊരു മഹാപരാധമാണെന്ന് വിചാരിക്കുന്ന ഒരു സംഘമായി നമ്മുടെ സംഘം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഏറ്റവും വലിയ ആചാരലംഘനം നടത്തിയിട്ടുള്ള ആളാണ് ഏറ്റവും വലിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആചാരലംഘനം നടത്തിയ ആളാണ് ഗുരുദേവൻ. അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അവകാശമില്ലാതിരുന്ന അവർണ്ണൻ വിഗ്രഹപ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ആചാരലംഘനം അദ്ദേഹം സവർണ്ണ മേധാവിത്വത്തിന് മുഖത്ത് നോക്കി ചെയ്തയാളാണ് ഗുരുദേവൻ. അതിവേദകാലത്തും അത്തരത്തിലുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ടുള്ള ഒരു ആത്മീയാചാര്യനാണ് ഗുരുദേവൻ. ഇന്ന് നാം ഈ ശിവപരിമളത്തിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ ശുഭാകാംക്ഷ സംസാരിച്ചു. ഗുരുദേവ ദർശനത്തിലും ഗുരുദേവന്റെ വിശ്വത്തിന്റെ ആശയങ്ങളിൽ നിന്നും ഗുരുദേവ ദർശനത്തിന്റെ വക്താക്കളായിരിക്കുന്ന ആളുകൾ തന്നെ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാലമാണ്. വിശ്വാസത്തെയും ജാതിയെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് അധികാരഘടനയിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണത്തെയും സവർണ്ണ മേധാവിത്വത്തെയും എതിർത്തും പരാജയപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുള്ള ഗുരുദേവന്റെ ഇന്നത്തെ ചില കാലഘട്ടത്തിലെ ആളുകൾ ഞങ്ങളൊക്കെ നാട്ടിലാണ്. ഈ സാധാരണ വീടുകളിലൊക്കെ കല്യാണം മരണമൊക്കെ ഉണ്ടാവും. അവിടെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടത്താൻ വരുന്ന ശ്രീനാരായണീയരായിട്ടുള്ള ചില പൂജാരിമാര് ഇപ്പൊ കാണുന്നവരുള്ളത് അവരെല്ലാം പൂണൂല് ധരിച്ചിരിക്കുന്നതാണ്. എന്തിനാണ് ഇവരെ പൂണൂല് ധരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പൂജാരിയോട് ചോദിച്ചു, നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ പൂണൂലിനെ ധരിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പൂണൂല് ധരിച്ചാലാണ് ഒരു ഡിമാൻഡ് നമ്മുടെ പൂജയ്ക്കും കർമ്മത്തിനും ഒരു ബലം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം അദ്ദേഹത്തിന് ആത്മാവനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുദേവ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ടിരുന്ന ആത്മാവനം നഷ്ടപ്പെട്ടു പോയി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണത്തിൽ കാണുമ്പോൾ നൂലെടുത്തുകൊണ്ട് ധരിക്കാനുള്ള പ്രവണത ശ്രീനാരായണ ഭക്തൻ എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് പോകുന്നു കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഗുരുദേവ ദർശനത്തിന്റെ അന്തസത്ത എന്താണെന്ന്, ഗുരുദേവ ദർശനത്തിന്റെ ശക്തി എന്താണെന്ന്, ഗുരുദേവന്റെ പ്രചാരകരായിരിക്കുന്ന ഗുരുദേവ ധർമ്മത്തിന്റെ പ്രചാരകരായിരിക്കുന്ന മുന്നിൽ നിൽക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപരനോടുള്ള നിന്ദ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അന്യമതസ്ഥരുടെ വെറുപ്പും വിദ്വേഷവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ അപരമത നിന്ദയും അപരമതത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഏറ്റവും ശക്തമായി പ്രചരിപ്പിക്കുകയും അത് അരക്കെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഗുരുദേവ ദർശനത്തെ എങ്ങനെ അതിനെതിരെ ആയുധമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഗുരുദേവനെ തന്നെ ഇത്തരം ആശയങ്ങൾക്ക് ആയുധമാക്കി മാറ്റുന്നുണ്ടോ എന്ന് നാം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ സാധ്യമല്ല. കാരണം ഇപ്പോ സനാതന ധർമ്മത്തെ പറ്റി ചർച്ച നടക്കുന്നുണ്ട്. ഗുരുദേവനൊരിക്കലും സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ടില്ല, സനാതന ധർമ്മങ്ങൾ എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സനാതന ധർമ്മത്തെ പറ്റിയല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ സനാതനമായ മൂല്യം സ്നേഹവും സാഹോദര്യവുമായിരുന്നു എങ്കിൽ ഇന്നിവിടെ നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സനാതന ധർമ്മത്തിൽ എവിടെയാണ് സ്നേഹവും സാഹോദര്യവും ഉള്ളത്? അതിനൊരിക്കലും സനാതന ധർമ്മം എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഗുരുദേവൻ വിഭജിച്ച സനാതന ധർമ്മം ഇവിടെ മനുസ്മൃതിയുടെയും അല്ലെങ്കിൽ പരമ്പരാഗതമായി ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുള്ള ജാതിശ്രേണിയുമായ ചാതുർവർണ്ണത്തിന്റെയും സനാതന ധർമ്മമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സനാതന ധർമ്മം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഗുരുദേവന് വ്യാഖ്യാനിച്ച സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇവിടെയുള്ള സവർണ്ണ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ സനാതന ധർമ്മമല്ല, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ സന്യാസിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനെ നാം സ്മരിക്കുകയല്ല ചെയ്യുന്നത്, വിസ്മരിക്കുകയാണ്. അതിന് കാരണം ഗുരുദേവനെ ഇത്തരം ഫാസിസ്റ്റുകൾക്ക് ആയുധമാക്കി കൊടുക്കാൻ വിട്ടുകൊടുക്കേണ്ടതല്ല, മറിച്ച് മനുഷ്യനുമായി നിർത്താൻ വേണ്ടി എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടി ഇൻക്ലൂസീവായ രീതിയിൽ മനുഷ്യൻ ഒഴിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച മനുഷ്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. നാം അദ്ദേഹത്തെ ദൈവമായി കാണുന്നവരൊന്നുമില്ല, പക്ഷേ ആ ദൈവമായി കാണുന്ന ഗുരുദേവൻ മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ നാം വിസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ നിന്നും
തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീനാരായണ ധർമ്മത്തിന്റെ പ്രബോധകരായിരിക്കുന്ന അതിന്റെ മൂവ്മെന്റിലേക്ക് ആളുകളുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജാതി എതിർത്തയാണ് ജാതി എനിക്ക് ജാതിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്ക് ജാതിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ SNDP-യോട് തന്നെ വിയോജിച്ചുകൊണ്ട് അദ്ദേഹം യോഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പോലും അദ്ദേഹം കലഹിക്കേണ്ടി വന്നത് അദ്ദേഹം ജാത്യാഭിമാനത്തിൽ. എനിക്ക് ജാതിയില്ലെന്നും എനിക്ക് മതമില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം ജാതിയും മതത്തെയും സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ യോജിപ്പ് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് അതിന്റെ നിരർത്ഥകതയെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് നാം വീണ്ടും തിരിച്ചടക്കുകയാണ്. അമിതമായ ജാത്യാഭിമാനമാണ് അന്യമതം, അമിതമായിട്ടുള്ള എന്റെ മതം എന്ന ചിന്താഗതിയിലേക്ക് മനുഷ്യനെ സംഗീതമായ താല്പര്യത്തിൽ കൊണ്ടുപോകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താണ് ഒരു ജാതി ഒരു ദൈവം, ഒരു ജാതി ഒരു ദൈവം എന്നത് വീക്ഷിക്കുന്നത് എന്താണ്? പാർലമെന്റ് രാജ്യത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ ഈ സമൂഹത്തോട് പറയുന്നതായിരുന്നു ഒരു ജാതി ഒരു ദൈവം, മതമേതായാലും മനുഷ്യനായാലും മതി എന്ന് പറയാം. ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ധൈര്യമുണ്ട്. അതാണ് അവരുടെ ഫിലോസഫി. അവർക്ക് ധൈര്യമുണ്ട്. അവിടെയാണ് സ്നേഹിക്കുന്നത് പ്രഖ്യാപിക്കാറ്. ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് തിരിച്ചറിയാതെ ഗുരുദേവ ദർശനത്തെ തങ്ങളുടെ അധികാരത്തിന് ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായി നോക്കേണ്ട കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് സന്ദർഭത്തെ സൂചിപ്പിക്കേണ്ടത്. ഞാൻ തെറ്റുകൊണ്ടുപോകുന്നില്ല. ഗുരുദേവ ദർശനത്തിന്റെ ശക്തി അതൊരിക്കലും ഇവിടെ ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ ശക്തമായ ഗുരുദേവന്റെ ദർശനമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തിലെ ഏറ്റവും ആധുനിക കാലഘട്ടത്തെ ചിന്തിച്ച ഒരു മഹാനാണ് ഗുരുദേവൻ. അദ്ദേഹം കേവലം സന്യാസിയായിരുന്ന പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയായിരുന്നില്ല. നമുക്കറിയാം കണാദനും അതുപോലെ തന്നെ മഹർഷിമാരൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തെ പറ്റി ആത്മാവിനെ തേടി പോയിട്ടുള്ളത് ബ്രഹ്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഞാനും നമ്മൾ വ്യത്യസ്തത്തെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും മാത്രമല്ല സമൂഹത്തെ മാറ്റി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം. അമ്പലത്തിന്റെ മുമ്പിൽ ആലുവേള എന്തിനാണ് ആലുവകൾ വെക്കുന്നത്? നിങ്ങൾ അവിടെ ഒരു പ്ലാവ് വയ്ക്കൂ. ആ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചക്ക എന്താണല്ലോ, ചക്ക നിങ്ങൾ കഴിക്കുകയും ചെയ്യാൻ പറ്റുന്ന അന്നത്തെ മാമൂലിനെയും ആചാരത്തെ വിളിക്കാൻ ഗുരുദേവനെ ശക്തി ഉണ്ടായതായി ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിജ്ഞാനത്തെ സംസാരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ സംസാരിച്ചത്. അതുകൊണ്ട് ഗുരുദേവ ദർശനത്തിന്റെ മഹാത്മ്യം കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ തെളിമയോടുകൂടി പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടി നമുക്ക് സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. 93ാമത്തെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം. ഈ സമ്മേളനം 1 മണിക്ക് അവസാനിക്കേണ്ടതാണ്. വളരെ വൈകിട്ടുണ്ട്. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ അവരുടെ പ്രസംഗങ്ങൾ പരമാവധി ചുരുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി SNDP യൂണിയൻ ഡൽഹി പ്രതിനിധീകരിച്ച് ശ്രീ KR വിനോദ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സന്യാസികൾ, സദസ്സിലിരിക്കുന്ന ഭക്തർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡൽഹിയിൽ രാജസ്ഥാൻ സ്ഥലത്താണ് വരുന്നത്. ഡൽഹിയിൽ ഗുരുദേവൻ മഹാത്മാഗാന്ധിയും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചകൾക്ക് 100ാം വാർഷികം ആഘോഷിക്കാനായിട്ട് ശിവഗിരിയിൽ നിന്നും സച്ചിദാനന്ദ സ്വാമി ഞങ്ങൾ